റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും ഖുർആനും ഒരടിമക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനോട് ശുപാർശ പറയുന്നു. യഖൂലു സിയാം, നോമ്പ് പറയുന്നത് എന്താണെന്ന് നോക്കൂ. ഐ റബ്ബി, എൻ്റെ റബ്ബേ, മനഅതുഹു ത്വആം വശഹവാതി ബിന്നഹാർ. മനഅതുഹു, ഞാൻ അവനെ തടഞ്ഞിരിക്കുന്നു, അത്വആമ ഭക്ഷണം, വശഹവാത് മറ്റു ഭൗതികമായ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, വികാരങ്ങൾ എല്ലാറ്റിനെയും ഞാൻ അവന് തടഞ്ഞിരിക്കുന്നു, ബിന്നഹാർ പകലിൽ. ഫശഫിഅ്നി ഫീ, അതുകൊണ്ട് എനിക്ക് അവൻ്റെ വിഷയത്തിൽ ശുപാർശക്കുള്ള അനുവാദം തരണം. അപ്പോൾ നോമ്പ് തടയുന്നത് എന്തിൽ നിന്നാണ്? ഭക്ഷണത്തോട് മനുഷ്യന് ആഗ്രഹമുണ്ട്, നല്ല വിശപ്പുമുണ്ട്, ലൈംഗിക വികാരങ്ങളോട് മനുഷ്യന് ആഗ്രഹമുണ്ട്, തൻ്റെ ഇണ കൂടെയുണ്ട്. എന്നാലും അള്ളാഹു പറഞ്ഞതിനാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഇങ്ങനെ ഭൗതികമായ സുഖങ്ങളും താല്പര്യങ്ങളും നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തുണ്ടായിട്ടും എനിക്കത് വേണ്ട, എൻ്റെ റബ്ബ് പറഞ്ഞതുകൊണ്ട് എനിക്കത് വേണ്ട, മറിച്ച് അത് വേണ്ട എന്ന് വെക്കുമ്പോൾ എനിക്ക് പരലോകത്ത് കിട്ടുന്ന ഖൈറും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രീതിയും അതാണ് എനിക്ക് വലുത്. അതുകൊണ്ട് തൽക്കാലം എനിക്ക് ദാഹമുണ്ട്, പക്ഷേ ഞാൻ വെള്ളം കുടിക്കുകയില്ല. എനിക്ക് വിശപ്പുണ്ട്, പക്ഷേ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല. എനിക്ക് വികാരമുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ ഭാര്യയെ സമീപിക്കുകയില്ല. മറിച്ച് എനിക്ക് എൻ്റെ റബ്ബിൻ്റെ കൽപ്പനയെ അനുസരിച്ചാൽ മതി. അതാണ് എൻ്റെ ഇഷ്ടം. അതിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങളുമാണ് എൻ്റെ ഇഷ്ടം. അവിടെ ആ ഒരു ഭൗതികമായ താല്പര്യത്തെ ഒഴിവാക്കുകയാണ്. ഇനി ഖുർആൻ പറയുന്നത് എന്താണ് എന്ന് നോക്കൂ. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയുന്നു, മനഅതുഹു നൗമ ബില്ലൈൽ, രാത്രിയിലുള്ള ഉറക്കം ഞാൻ അയാൾക്ക് തടഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഫശഫിഅ്നി ഫീ, എനിക്ക് ശുപാർശ പറയാൻ അനുവാദം വേണം. രാത്രിയിലെ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊക്കെ അറിയാം അതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ ഒരു ആഹ്ലാദം, അതിൻ്റെ ഒരു റാഹത്ത്. തൻ്റെ ഭാര്യയുടെ കൂടെ ഉറങ്ങുക, ഇതൊക്കെ മനുഷ്യന് വളരെ വലിയ ആഗ്രഹമുള്ള കാര്യമാണ്. എന്നിട്ടും ആ ആഗ്രഹത്തെ തൽക്കാലം മാറ്റിവെച്ചിട്ട് ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കട്ടെ. അപ്പോൾ രാത്രിയിലെ ഏറ്റവും സന്തോഷം നൽകുന്ന ഉറക്കിൽ നിന്ന് ഒരാളെ തടയുന്നത് രാത്രി നമസ്കാരത്തോടുള്ള താല്പര്യമാണ്. അതിനയാളെ പ്രേരിപ്പിക്കുന്നതോ തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവർ അവരുടെ വിരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പേടിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടുമാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും അവർ രാത്രിയിൽ നമസ്കരിക്കുന്നു. അതാണ് അവരുടെ പ്രേരണ. അപ്പോൾ ഉറക്കിനേക്കാൾ അവർക്ക് വലുത് രാത്രി നമസ്കാരമാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്, അവനിലേക്കുള്ള സാമീപ്യമാണ്. അതേപോലെ തന്നെ പകലിൻ്റെ നോമ്പിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞു. അപ്പോൾ നോമ്പും രാത്രി നമസ്കാരവും മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ, ഇച്ഛകളെ, അവൻ്റെ വികാരങ്ങളെ തടയുകയും ഉന്നതമായ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. കാരണം ഇത് രണ്ടിൻ്റെയും പൊതു സ്വഭാവം ഭൗതിക വിരക്തി ഉള്ളവനാക്കി മനുഷ്യനെ മാറ്റുകയും അള്ളാഹുവിലേക്ക് സാമീപ്യമുള്ള ആളാക്കി അവനെ മാറ്റി തീർക്കുകയും ചെയ്യുക എന്നതാണ്.